ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈ ലേണിംഗ്. ഇറ്റ്സ് മീ ആനസുദ്ദീൻ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, ഫുൾ മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ഏതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ നാളെ നേരിടാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് അതിന്റെ കുറച്ച് ആൻസർ കീ ആയിട്ട് പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ആൻസേഴ്സ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് 6-7 മണിക്കുള്ള ലൈവ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സൂപ്പർ സി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കോൺസെപ്റ്റിൽ ക്വസ്റ്റ്യൻസ് ഡൗട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചോദിക്കാം. അതായത് ഇത്രയും കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം നമുക്കത് ഇത് എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം പീരീഡ് സമയം എടുക്കും. ഓക്കെ, അപ്പം വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക, ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം പഠിക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് എനിക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ എന്താ മക്കളെ, നിങ്ങൾ കമന്റ് ബോക്സിൽ ആ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട് എന്ന് കമന്റ് ചെയ്യുക എല്ലാവരും കേട്ടോ. യെസ്, മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ ഈ ഒരു ലിങ്ക് എത്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ലിങ്ക് എത്തിക്കുക. കാരണം നാളെ പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഉറപ്പാണ്, അതിൽ മാറ്റമില്ല കേട്ടോ. നമ്മുടെ ആണെങ്കിൽ ഫൈനൽ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല കേട്ടോ. യെസ്, നമ്മുടെ എന്താണ് SCERTയുടെ നമ്മുടെ ഈ പറഞ്ഞ SCERTയുടെ സിലബസിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മുടെ എന്താണ് മക്കളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് എന്താണ് അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ലിസ്റ്റിലുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈവ് എന്താണ് യൂട്യൂബിലോട്ട് കയറി വരിക. ഓക്കെ, നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓഫ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് 6 മാർക്ക് ചോദിക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പറയുകയാണ്. റൈറ്റ് ഇനി വൺ എക്സാമ്പിൾ ഓഫ് യൂണറി ഓപ്പറേറ്റർ, യൂണറി, ബൈനറി, ടെർണറി ഓപ്പറേറ്റർ. ഓക്കെ, ഇതിനെ ബേസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഇതിനെ ബേസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ് യൂണറി, ബൈനറി, ഓപ്പറേറ്റേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്തായിരിക്കും മക്കളെ 1 മാർക്ക് ആയിരിക്കും. അഥവാ 1 മാർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് റൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ യൂണറി ഓപ്പറേറ്റർ എക്സാമ്പിൾ റൈറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ബൈനറി ആയിരിക്കും, അല്ലെങ്കിൽ ടെർണറി ആണെങ്കിലും എന്താ മക്കളെ യൂണറി ഓപ്പറേറ്റർ എക്സാമ്പിൾ ഒക്കെ ഉണ്ട്, പ്ലസ് ഉണ്ട്, മൈനസ്. ടെർണറി ആണെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഓക്കെ, ദെൻ MD ടാഗിന് എക്സാമ്പിൾസ് ഉണ്ട്. MD ടാഗിന് എക്സാമ്പിൾ BR ടാഗ് ഉണ്ട്, HR ടാഗ് ഉണ്ട്, ദെൻ IMG ടാഗ് ഉണ്ട്. പിന്നെ അടുത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാനില്ല, അതുകൊണ്ട് എന്താണ് അവിടെ ഫ്രെയിം ടാഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. വാട്ട് ഇസ് ഔട്ട്പുട്ട് ഓഫ് STR ലൈൻ ഓഫ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ആണ് അല്ലേ. അപ്പൊ ഇതിന് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്? 1, 2, 3, 4, 5, 6 6 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ. നെക്സ്റ്റ്, വിച്ച് ഡേറ്റ ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ നൾ ഡേറ്റ? നൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പ് ഏതാണ്? വോയിഡ്. ഡേറ്റ ടൈപ്പിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അഥവാ 0 സൈസ് ഉള്ള ഡേറ്റ ടൈപ്പ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് എടുത്തൊക്കെ ഇന്ത്യൻ അറേ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് വിത്ത് 0. വാട്ട് ഇസ് എ പോർട്ട് നമ്പർ ഓഫ് HTTP? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സോഫ്റ്റ്വെയർ പോർട്ട് നമ്പേഴ്സ് ഓഫ് FTP ഉണ്ട്, SMTP ഉണ്ട്, അപ്പം HTTP ഉണ്ട്, HTTPS ഉണ്ട്. ഓക്കെ, അങ്ങനെ പല സർവീസസ് ഉണ്ട്. ആ സർവീസസിന്റെ എല്ലാം എന്താണ് മക്കളെ പോർട്ട് നമ്പർ ചോദിക്കാറുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും മിസ്സാക്കില്ല ആ ഒരു ബോക്സ് കേട്ടോ. അപ്പൊ ഇപ്പോൾ ഇതിന് എന്താണ് പോർട്ട് നമ്പേഴ്സ് 443 അല്ലെ, 443 ആണ്. ഓക്കെ, ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ അടുത്ത് നോക്കാം. 2 മാർക്ക് ആണെങ്കിൽ കീവേഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. കീവേഡ് എന്താണ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ കണ്ടെയ്നർ ടാഗ്, MD ടാഗ് ഡിഫറൻസ് എന്താണ്? കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ടാഗ്, ക്ലോസിംഗ് ടാഗ് ഉള്ള എന്താണ് ഇത് കണ്ടെയ്നർ ടാഗ് ആണ്. അഥവാ ഇവിടെ കമ്പയർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാഗ്സ് അവൈലബിൾ ഇൻ HTML എന്നാണ് ക്വസ്റ്റ്യൻ. 2 ടൈപ്സ് ഓഫ് ടാഗ്സിലായിരിക്കും. കണ്ടെയ്നർ ടാഗ് ഉണ്ട്, MD ടാഗ് ഉണ്ട്. കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ടാഗിന് ഓപ്പൺ ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അതിനെന്ത് വിളിക്കാം? കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കാൻ പറ്റും. ഒരു ടാഗിന് ഓപ്പൺ ടാഗ് മാത്രമേ ഉള്ളൂ, അതിനെന്ത് വിളിക്കാം? നമുക്ക് MD ടാഗ് എന്ന് വിളിക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ എങ്ങനെ കമന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും HTML ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറി. ഓക്കെ, യെസ്, എന്താണ് മക്കളെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. യെസ്, കമന്റ്സ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഇൻ C++. ABS മെത്തേഡ് ഉണ്ട്, SQRT മെത്തേഡ് ഉണ്ട്, പവർ ഫംഗ്ഷൻ ഉണ്ട്. ABS മെത്തേഡ് ആണ് അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്, SQRT സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് ഈ പറഞ്ഞ പവർ ഫംഗ്ഷൻ ആണെങ്കിൽ പവർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 3 ഫംഗ്ഷൻസുകൾ പഠിച്ചു വെച്ചാൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ലിസ്റ്റ് എലമെന്റ്സ് ഓഫ് ലൂപ്പ്. എന്താണ്? ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. 4 എലമെന്റ്സ് ആണ് കേട്ടോ. ഒരു എക്സാമ്പിൾ കൊടുക്കുന്ന നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. I is equal to 1 while I less than or equal to 10. കേരള പ്രൈസ് ക്ലോസ് ചെയ്തു. CO I is equal to I plus 1. ഇവിടെ ഒക്കെ ഇതെന്താണ് മക്കളെ? ഇനിഷ്യലൈസേഷൻ. ഇതെന്താണ്? ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇതെന്താണ്?
ബോഡി ഓഫ് ദി ലൂപ്പ് ഇതെന്താണ്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യാണ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ചോദിക്കാനുള്ള വളരെ ഡിഫറൻസ് ക്വസ്റ്റ്യൻ കേട്ടോ. PHP ഉണ്ട്, VB ഉണ്ട്, VSP ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. PHP എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സർവർ സൈഡ് ആണ് അല്ലേ? സർവർ സൈഡ് ആണ്. VB ആണെങ്കിൽ നമ്മളെ ഇത് സർവർ സൈഡ്, ഇത് ക്ലയന്റ് സൈഡ്. ഇതെന്താ നമ്മളെ ASP ആണെങ്കിൽ സർവർ സൈഡ്, ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ ക്ലയന്റ് സൈഡ് കേട്ടോ. JSP ഉണ്ട്. JSP എന്താ? JSP സർവർ സൈഡ് ആയിരിക്കും. ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഹൗ ടു ഇംപ്ലിമെന്റ് CSS ഇൻ വെബ് പേജ്. CS എങ്ങനെ വെബ് പേജിൽ ഇംപ്ലിമെന്റ് ചെയ്യാം? 3 രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇൻലൈൻ CS ഉണ്ട്, എംബഡഡ് CS ഉണ്ട്, ലിങ്ക്ഡ് CS ഉണ്ട് അല്ലേ? 3 രീതി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇൻലൈൻ CS എന്ന് പറയുന്നത് നമുക്ക് ഒരു ടാഗിനുള്ളിൽ കൊടുക്കുന്ന ഒരു സ്റ്റൈൽ ആട്രിബ്യൂട്ട് ആണ് എന്ത്? ഇൻലൈൻ CS എന്ന് പറയുന്നത്. എന്താണ് എംബഡഡ് CS എന്ന് പറഞ്ഞാൽ? ഒരു ഹെഡ് പാർട്ടിനുള്ളിൽ കൊടുക്കുന്ന ഒരു CS സ്റ്റൈലാണ് നമുക്ക് എന്ത്? എംബഡഡ് CS എന്ന് പറയുന്നത്. എന്താണ് ലിങ്ക്ഡ് CS എന്ന് പറയുന്നത്? ലിങ്ക്ഡ് CS എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ എന്താണ് ഈ പറഞ്ഞ ഒരു എക്സ്റ്റേണൽ ആയിട്ട് എന്താണ് ഒരു ലിങ്ക് ഒരു CSS എക്സ്റ്റൻഷനുള്ള ഒരു .css എക്സ്റ്റൻഷനുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ആ CSS ഫയലിന് ലിങ്ക് ഇങ്ങോട്ട് കൊടുക്കും, HTML കൊടുക്കും. അതാണ് ലിങ്ക്ഡ് CS എന്ന് പറയുന്നത്. നെക്സ്റ്റ് A=4, B=9, C=2 കൊടുക്കാം. വാട്ട് ഇസ് ഔട്ട്പുട്ട് ഓഫ് A ലെസ് ദാൻ B? എക്സ്പ്രഷൻ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻ കേട്ടോ. A ലെസ് ദാൻ B പറഞ്ഞാൽ A 4 2 9 ചെറുതാണോ? ചെറുതാണ്. കണ്ടീഷൻ ട്രൂ ആണ്. ആൻഡ് B=9, ബിയുടെ വാല്യൂ 9 ആണ് മക്കളെ. 9 ആണ് ട്രൂ ആണ് അല്ലേ? നെക്സ്റ്റ് നോട്ട് ഓഫ് സ്വീകരത്തനെ എന്താണ്? സിയുടെ വാല്യൂ എത്ര? സിയുടെ വാല്യൂ ആണെങ്കിൽ 2 ആണ്. 2 4 വലുതാണോ? അല്ല. 2 4 വലുതല്ലെങ്കിൽ അത് ഫോൾസ് ആണ്. അപ്പോൾ ഫോൾസിനെ നോട്ട് അടിച്ചതായിരിക്കും. ഫോൾസിനെ നോട്ട് അടിച്ചാൽ അത് ട്രൂ ആവും. അപ്പോൾ എല്ലാം ട്രൂ ആണ്. അപ്പോൾ റിസൾട്ട് ഈസ് ട്രൂ. അപ്പോൾ ട്രൂ ആൻഡ് ട്രൂ. ആ ട്രൂ എന്താ മക്കളെ? ട്രൂ വരും. ഓക്കെ, ട്രൂവിന് ഓറിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയ റിസൾട്ട് ട്രൂ ആകത്തില്ല. അപ്പോൾ അവസാനം ട്രൂ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്തായിരിക്കും? അവസാനം ഓറാണ്, അതിനപ്പുറം ട്രൂ വരികയാണെങ്കിൽ എന്തായിരിക്കും? ഉറപ്പായിട്ട് ട്രൂ ആയിരിക്കും റിസൾട്ട് കേട്ടോ. നെക്സ്റ്റ് ഡിഫൈൻ അറേ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചേക്കാണ്. അറേ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആണ്. കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്ന നമുക്ക് അറിയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സും അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ട്രാവേഴ്സൽ ഓഫ് എൻ അറേ ചോദിക്കുന്നതാണ്. പിന്നെ ഗോ ടു സ്റ്റേറ്റ്മെന്റ് സിൻടാക്സ് ചോദിക്കാറില്ല കേട്ടോ. ഗോ ടു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുള്ളതാണ്. ദെൻ H2 അതിങ്ങനെ ഇത് കേട്ടോ. H2 S4 പ്ലസ് A² പ്ലസ് B³ നമ്മുടെ സബ് ടാഗും സൂപ്പ് ടാഗും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഡിഫറൻഷിയേറ്റ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഡിഫറൻസ് ചോദിക്കാറില്ല കേട്ടോ. നമ്മൾ ബോക്സ് രീതി പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് റൈറ്റ് ദ ബേസ് സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളത് പഠിക്കാതെ പോലെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും കേട്ടോ. നെക്സ്റ്റ് നോക്കാം. റീഡ് ദ ഫോളോയിങ് കോഡ് ഫ്രാഗ്മെന്റ്, പ്രെഡിക്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ്. ഇവിടെ പറയുകയാണെങ്കിൽ ഇത് 0th ഇൻഡെക്സ് വാല്യൂ, ഇത് 1st 2nd 3rd 4th. AF0 എന്ന് പറയുന്നത് 5 ആയിരിക്കും. പ്ലസ് AF1 ആണെങ്കിൽ 10 ആയിരിക്കും. ഓക്കെ, AF0 എന്താ നമ്മളെ 5. അപ്പോൾ 10 പ്ലസ് 5 15 ഡിവൈഡ് ബൈ 3 എത്ര? 3 വരും. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. 15 ഡിവൈഡ് ബൈ 5 കേട്ടോ. നെക്സ്റ്റ് AF4 എത്ര? AF4 ആണെങ്കിൽ 25. AF1 ആണെങ്കിൽ 10 ഹോൾ ഡിവൈഡ് ബൈ AF0 നമ്മളെ 5. അപ്പോൾ എന്താണ്? AF25 10 35 ഡിവൈഡ് ബൈ 5 എത്ര? 7 7 35 അല്ലേ? നെക്സ്റ്റ് ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിന്റെ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിന്റെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഒരു 4 ഡിഫറൻസ് പഠിച്ചു കേട്ടോ. നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സ്. ആക്ച്വൽ ആർഗ്യുമെന്റ്, ഫോർമൽ ആർഗ്യുമെന്റ്സ്. എന്താണ് ആക്ച്വൽ ആർഗ്യുമെന്റ്? ഫംഗ്ഷൻ കോഡിംഗിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ്, എക്സ്പ്രഷൻസ്, കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. നമുക്ക് ആക്ച്വൽ ആർഗ്യുമെന്റ് വിളിക്കാൻ പറ്റും. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ എന്ത് വിളിക്കാം? ഫോർമൽ ആർഗ്യുമെന്റ്സ് വിളിക്കാൻ പറ്റും അല്ലേ? നെക്സ്റ്റ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ഡിഫറൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഡിഫൈൻ ആട്രിബ്യൂട്ട് ഇൻ HTML ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ വിളിക്കുന്ന എക്സ്റ്റേണൽ എക്സ്ട്രാ ഫീച്ചേഴ്സ്, അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് അല്ലേ? ഒരു ടാഗിന് കൊടുക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് എന്ത് ഈ പറഞ്ഞ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ കൊടുക്കാം. ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് എന്ത്? ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് മക്കളെ കേടാ. ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് BG കളർ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇതൊക്കെ എന്താണ് ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് അല്ലേ? നെക്സ്റ്റ് അതായത് നെയിംസ് ഓർ എനി 2 ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. നമ്മുടെ ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, BG കളർ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഈ ലിങ്ക് ഉണ്ട്, A ലിങ്ക് ഉണ്ട്, V ലിങ്ക് ഉണ്ട്, ലെഫ്റ്റ് മാർക്ക്, ടോപ്പ് മാർക്ക് പഠിച്ചു വെച്ചു കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. റൈറ്റ് ദ യൂസ് ഓഫ് ഓൾട്ട് ആട്രിബ്യൂട്ട് ഇൻ IMG ടാഗ്. IMG ടാഗിന്റെ ഓൾട്ട് ആട്രിബ്യൂട്ട് യൂസ് എന്താ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് IMG ടാഗിനകത്താണെങ്കിൽ ഓൾട്ട് ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് നമുക്ക് എന്തിനു യൂസ് ചെയ്യുന്നു?
നമുക്ക് ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ഓൾട്ട് ആട്രിബ്യൂട്ട്. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഡേറ്റ ടൈപ്സ് ഇൻ C++ ചോദിക്കാറുണ്ട്, HTML എൻറ്റിറ്റീസ് ചോദിക്കാറുണ്ട്, എനി ക്യാരക്ടർ ഫംഗ്ഷൻസ് ഈസ് അപ്പർ ഈസ് ലോവർ ഫംഗ്ഷൻ ടു അപ്പർ ടു ലോവർ ആക്കെ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് അത് ചോദിക്കാറുണ്ട് കേട്ടോ. നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് C++ സിൻടാക്സ് വളരെ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് സിൻടാക്സും പഠിച്ചു വെച്ചേക്കാം നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. വളരെ നെസ്റ്റഡ് ഇഫിൻ്റെ സിൻടാക്സ് പഠിച്ചു വെച്ചേക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും മിസ്സായാലും കേട്ടോ. നെക്സ്റ്റ് 5 ടെക്സ്റ്റ് ഫോർമാറ്റ് ടാഗ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ഡിഫ് ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ട്സുകളും എക്സാമ്പിളാണ് വളരെ ഡിഫ് ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ട്സുകളും ഒരു എക്സാമ്പിൾ മാക്സിമം എല്ലാത്തിനും എക്സാമ്പിൾ നോക്കണം കേട്ടോ. എക്സാമ്പിൾ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണ് ഔട്ട്പുട്ട്, ഇതിപ്പോൾ 1 തൊട്ട് 10 വരെ ഔട്ട്പുട്ട് നമ്മൾ ഇത് 55 ഔട്ട്പുട്ട് വരുന്നത് അല്ലേ. നെക്സ്റ്റ് ഇത് നമുക്ക് ഈ പറഞ്ഞ എലമെന്റ്സ് ഓഫ് ലൂപ്പ് ഇത് ഇനിഷ്യലൈസേഷൻ, ഇത് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇത് ബോഡി ഓഫ് ദി ലൂപ്പ്, ഇത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എലമെന്റ്സ് ഐഡന്റിഫൈ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ദെൻ റീറൈറ്റ് ദ കോഡ് യൂസിങ് ഡു വൈൽ വെച്ച് റീറൈറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ്. പിന്നെ വേറെ നമ്മളെ സ്ട്രിംഗ് ഫംഗ്ഷൻസുകൾ കാരണം സ്ട്രിംഗ് ഫംഗ്ഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്ട്രിംഗ് ഫംഗ്ഷൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത് വയ്ക്കുന്ന സ്ട്രീം ഫംഗ്ഷൻസ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും വളരെ ഷുവറായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് സ്ട്രീം ഫംഗ്ഷൻസുകൾ. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ്, അധികം ടഫ് ക്വസ്റ്റ്യൻസ് കയറി വരത്തില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, ഒരു പാവം സബ്ജക്റ്റാണ് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. സോ നമ്മളെ നിങ്ങൾ ഈസിയായിട്ട് ഈ ഒരു ഒന്ന് കൂളായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. അതുകൊണ്ട് അത്രയും കൂളായിട്ട് പഠിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, സാർ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്, ബൈ.